എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിസ്സാരമല്ല, ഈ മൂന്നാറിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ്. അപ്പോൾ നമ്മൾ സാധാരണ പൊതുജനങ്ങള് ഈ കാര്യങ്ങളിൽ സൂക്ഷിക്കണം. പണ്ട് നമ്മൾ കയ്യിൽ പൈസ വെച്ചാൽ പോകും, അത് ബാങ്കിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയില് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന പണങ്ങൾക്കെല്ലാം സുരക്ഷിതത്വം ഇല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓൺലൈൻ തട്ടിപ്പ് സംബന്ധിച്ച് ജാഗ്രത വേണമെന്ന് മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളെയും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള സൈബർ തട്ടിപ്പ് നടത്തിയാണ്. അപ്പോ ഇത് ജനങ്ങളും വ്യാപാരികളും വ്യവസായികളും മറ്റു നാട്ടുകാരും ഒക്കെ ജാഗ്രത പാലിക്കണമെന്നാണ് മൂന്നാർ പോലീസ് വിഭാഗത്തിൽ നിന്ന് മൂന്നാർ ഡിവൈഎസ്പി നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. മൂന്നാർ ഒരു വ്യാവസായിക കേന്ദ്രമാണ്, ടൂറിസം സ്പോട്ടുമാണ്. അപ്പോൾ ദിനം പ്രതി ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ സാധ്യത. നാളുകൾക്ക് മുമ്പ് അടിമാലിയിൽ സമാന രീതിയിൽ ഒരു വ്യാപാരിയെ ഓൺലൈൻ തട്ടിപ്പുകാർ കബളിപ്പിക്കുകയും വ്യാപാരിക്ക് പണം നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് പലവിധമാണ്. ബാങ്കുകളുടെ പേരിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പേരിലും വ്യാജേന. എന്നാൽ വ്യാപാരികളെ കബളിപ്പിക്കാനായി പുതിയ മാർഗങ്ങളാണ് തട്ടിപ്പുകാർ തേടുന്നത്. ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ക്യാമറമാൻ എതിരാജിക്കൊപ്പം വിനീഷാനവി. കള്ളികളും കള്ളന്മാരുവാ, വലിയ പഠിത്തക്കാരൊന്നും നടക്കുക കുറെ എണ്ണങ്ങൾ. കേട്ടല്ലോ, ഓൺലൈൻ തട്ടിപ്പുകാർ. പോലീസുകാർക്ക് വട്ടാണോ ഇത് പറയുന്നതിന്? പോലീസുകാർക്ക് വട്ടാണോന്ന്? പോലീസുകാർക്ക് വല്ല വട്ടുമുണ്ടോ ഇതൊക്കെ പറയുമ്പോൾ? പോലീസുകാർക്ക് വട്ടായിരിക്കും. വലിയവർ പറയുന്ന അനുസരിച്ച് പോലീസുകാർക്ക് വട്ടായിരിക്കും. അല്ലെ പറഞ്ഞവർക്കെല്ലാം വട്ടാ. വേറെ ഇതിൽ പറഞ്ഞവർക്കെല്ലാം വട്ട. അങ്ങനെ വല്ലതും ഉണ്ടോ ഈ ലോകത്ത്? ഓൺലൈൻ തട്ടിപ്പോ, അതെന്തോ അത്? ഇവിടുത്തെ കുറച്ച് ആൾക്കാരങ്ങനെ എന്തോ അത്. ദീപാ എസ് പണിക്കർ ആദ്യമായിട്ട് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് ദീപാ എസ് പണിക്കർ മാത്രമേ പറഞ്ഞിട്ടുള്ളെന്ന്. ഇങ്ങനെ പല പല തട്ടിപ്പുകാരെ, ഇവിടുത്തെ നമ്പർ 1 തട്ടിപ്പുകാരാണ് ഓലട്ടിയമ്പലത്തിലെ ഇവന്മാർ. സദാനന്ദ മന്ദിരത്തിലെയും കുറേ ഇവന്മാരും അവിടെ ഇവിടെയെല്ലാം കുറേ ആണുങ്ങളെല്ലാം കയറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പേരും പറഞ്ഞിങ്ങനെ നടക്കുക. കുറേ അവന്മാരിൽ അവിടെ വന്നിട്ടുണ്ട്. കുറേ അവന്മാർ എന്തുവാന്ന് കുറേ എണ്ണം വന്നിങ്ങനെ നിൽക്കുന്നില്ല അവിടെ. ഇങ്ങനെ ഒരു വസ്തുവിനകത്ത് കുറേ അവന്മാരും കയറി ഇങ്ങനെ നിൽക്കുക. എന്തുവാണെന്നറിയത്തില്ല. കുറേ എണ്ണം കയറി ഇങ്ങനെ നിൽക്കുക, കഥയുണ്ടാക്കാനായിട്ട് കയറി ഇങ്ങനെ നിൽക്കുക കുറേ അവന്മാരും. ഒരു ജോലിയില്ല ഇവളുമാർക്ക്. രാവിലെ ഇങ്ങനെ ഇറങ്ങും. ഏതൊക്കെയാണ് കുറേ എണ്ണം ഇങ്ങനെ കുറേ ഗൂണ്ടകളുടെ കൂട്ട് കുറേ മുടിയെല്ലാം വളർത്തി ഇങ്ങനെ അങ്ങ് ഇറങ്ങിയിരിക്കുക. എന്തുവാണെന്നറിയത്തില്ല. കുറേ അവന്മാരും എല്ലാം ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുക പലയിടത്തുമായിട്ടും. നിങ്ങൾ കേട്ടോ ഇപ്പം ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച്? ഇങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല ഇത്. ഭഗവാനെ കൃഷ്ണ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എല്ലാവരും ആദ്യമായിട്ട് കേൾക്കുക ഇതൊക്കെ ആദ്യമായിട്ടങ്ങ് കേൾക്കുക കേട്ടോ. പിടുത്തമെല്ലാം കഴിഞ്ഞ് പോയോ? മോട്ടറെല്ലാം കൊണ്ട് പോയി. ഇപ്പം ഇത് കാറേ ഉള്ളൂ ഇങ്ങനെ വന്ന് കിടക്കുക കാറ്. അപ്പം അതിനപ്പുറത്ത് സ്കൂട്ടറൊക്കെ കാണും. ഇങ്ങനെ പലരും ഇങ്ങനെ കൊണ്ടുവന്നിട്ടേച്ച് ഇങ്ങനെ ചുമ്മാ അവിടെ ഇങ്ങനെ ഇരിക്കുക വട്ടമടിച്ച്. ചുമ്മാ എന്തെങ്കിലും പണി വേണ്ടേ? വട്ടമടിച്ച് ഇങ്ങനെ ഇരിക്കുക. വട്ടമടിച്ച് വന്നിങ്ങനെ ഇരിക്കുക. മനസ്സിലായോ? കുറേ അവന്മാരും കയറി വട്ടമടിച്ച് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ പേര് പറയും. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നു. വട്ടമടിച്ച് അവിടെ എവിടെയും കയറി ഇരുന്നേച്ച് നമ്മുടെ പേര് പറയും. വട്ടമടിച്ചിരുന്നേച്ച് കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. സ്കൂട്ടറും ഒക്കെ അതിനെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്കൂട്ടർ 1-2 സ്കൂട്ടറുണ്ട്. കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ? നമ്മുടെ വീട്ടിലല്ലേ ഇതൊന്നും? കണ്ടോ? നമ്മുടെ വീട്ടിലല്ലേ ഇതൊന്നും? കേട്ടല്ലോ, ഒന്നും നമ്മുടെ വീട്ടിലല്ല കിടക്കുന്നത്. എല്ലാം മോഹൻ സിംഗിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. ഇങ്ങനെ പല പല ഇതൊക്കെയാണ് പറയുന്നത്. അവിടെ ഇവിടെയെല്ലാം കയറ്റി ഇങ്ങനെ വട്ടമടിച്ച് വെച്ചോണ്ട് വട്ടമടിച്ച് നിൽക്കുക ഇങ്ങനെ. നമ്മുടെ പേര് പറയും. എന്നിട്ട് നമ്മളെ വ്യഭിചാരി എന്ന് വിളിക്കുക. എന്തെല്ലാം കേൾക്കണമെന്നറിയോ നാട്ടുകാരെ? ഓൺലൈൻ തട്ടിപ്പും മറ്റേ തട്ടിപ്പും ഒക്കെ ആയിട്ട് നടക്കുക. പല പല തട്ടിപ്പാണ്. പ്രീത എസ് പണിക്കറും ഒക്കെ ഇതിനകത്തൊക്കെ ഉള്ള തട്ടിപ്പുകാരികളിലുള്ളതാണ്. പ്രീത എസ് പണിക്കർ, ബിജു പി, സദാനന്ദ മന്ദിരത്തിലെ അവന്മാർ, സുബ്രഹ്മണ്യൻ്റെ അവിടെ ഉള്ള അവന്മാർ, പിന്നെ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പ്. പല പല തട്ടിപ്പുകളായിട്ട് നടക്കും. ഈ ഓലവെട്ടിയമ്പലത്തിൽ ഇങ്ങനത്തെ കുറേ തട്ടിപ്പുകളാണ് ഇങ്ങനെ നടക്കുന്നത്. പല പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. തെളിവുകളെല്ലാം നമ്മളെ ഓൺലൈൻ രീതി തട്ടിച്ചതിന് തെളിവുകളുണ്ട്. നമ്മളെ തട്ടിച്ചതിന്, നമ്മുടെ ലക്ഷങ്ങൾ തട്ടിച്ചെടുത്തതിന് തെളിവുകളുണ്ട് ഇവന്മാർ. മനസ്സിലായോ? അന്നേരം പറയും നൈജീരിയ മറ്റേത് മറിച്ചേതെന്ന്. ഇപ്പം നമ്മളെല്ലാം ശ്രദ്ധിച്ച ഓടാപുല്ലേന്ന് പറയും. പോലീസുകാരൊക്കെ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നു. ഇപ്പം ഓൺലൈൻ തട്ടിപ്പുകാരൊക്കെ പോലീസുകാരൊക്കെ ഇപ്പം പറയും ഓൺലൈൻ തട്ടിപ്പുകാർ പല പല രീതിയിലെ തട്ടിപ്പുകാരാണ്. കള്ളരും കള്ളികളും ഇറങ്ങിയിരിക്കുക ഇങ്ങനെ കണ്ടവരെയെല്ലാം വെച്ച് തട്ടിക്കുന്നത്.